ഹലോ, ഇന്ന് സിമ്പിളായിട്ടൊരു വാൾ ഡെക്കറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ നാളായിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന പ്ലാൻ ചെയ്യുമ്പോഴാണ് ആമസോണിൽ ഇങ്ങനത്തെ ഒരു വാൾ ഡെക്കർ കാണുന്നത്. അപ്പോൾ പിന്നെ കയ്യിലുള്ള ആമസോണിൻ്റെ ബോക്സ് വെച്ചിട്ട് തന്നെ എൻ്റേതായൊരു വെർഷനിൽ റെഡിയാക്കി എടുത്തു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത് A4 പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലൊന്ന് പെയിൻറ്റ് ചെയ്തും കൂടി എടുക്കാം. ഞാനിവിടെ വൈറ്റും ഒരു പിങ്കിഷ് കളറും കൂടി മിക്സ് ചെയ്തൊരു ലൈറ്റ് പിങ്ക് കളറിലാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഷീറ്റ് മാത്രമാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതും കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ എൻഡൊക്കെ പെയിൻറ്റ് ചെയ്യാത്ത അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് ഡ്രൈ ആയ ശേഷം നമുക്കിതിൽ എഴുതേണ്ടതൊക്കെ എഴുതി കൊടുക്കാം. ഞാനിതിൽ ബെസ്റ്റ് മൊമെൻറ്റ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കോട്ടോ അല്ലെങ്കിൽ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ എഴുതി കൊടുക്കാം. ഇതിമേ ഡയറക്റ്റ് ചെയ്ത കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പെൻസിൽ വെച്ചൊന്ന് എഴുതി കൊടുത്തിട്ടാണ് അതിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. കയ്യിൽ മാർക്കറൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ പെയിൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്ത് നോക്കിയത്, പക്ഷേ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് റെഡ് കളറും കൂടി ലൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തീമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് എല്ലാ സ്റ്റിക്കേഴ്സും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. റെഡ് കൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ടും എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ബ്ലാക്ക് പെന്നുകൊണ്ട് അതിൻ്റെ ബോർഡറും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും അതിന് എന്തെങ്കിലും ചെയ്ത് നശിപ്പിക്കുന്നതിന് മുമ്പ് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പ്ലെയിനായിട്ട് തോന്നിയ ഭാഗങ്ങളിൽ കുറച്ചുകൂടി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് അതൊന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഹോളിട്ട് എടുക്കണം. മുകളിലും താഴെയായിട്ട് 2 ഹോൾ വീതം 2 സൈഡിലും ഇതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഹോളിൽ കൂടി നൂലിതുപോലെ കോർത്തെടുത്ത് 2 എഡ്ജും കൂടി ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കണം. പിന്നെ മുകളിലും താഴെയും ഇതുപോലെ ഫ്രീ ആയിട്ട് കുറച്ച് നൂല് വിട്ടിട്ടുണ്ടാണ്. ഒരു സൈഡ് നമുക്ക് ഹാങ് ചെയ്യാനും ഒരു സൈഡ് ഫോട്ടോസ് ക്ലിപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാനിതിൽ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസിന് വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള പിക്ചേഴ്സും നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റും കൂടി ഞാനതിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് വാളിൽ ഹാങ് ചെയ്യാം. ഈ ലൈറ്റ് കൂടി ഇട്ടപ്പോൾ എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടമായി. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.